തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കായംകുളത്ത് CPM നേതൃത്വത്തിനെതിരെ SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം രംഗത്ത്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് സജിത്തിന്റെ രൂക്ഷമായ വിമർശനം. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിൽക്കുന്ന വാർഡ് കോൺഗ്രസിന് നൽകുന്നു. ഷാപ്പുകൾ ലേലത്തിന് പിടിച്ച് ഏരിയ സെക്രട്ടറി ലക്ഷങ്ങൾ കൊയ്യുന്നുവെന്നും ആരോപണം. കായംകുളം ഏരിയ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കെയാണ് വിമർശനം. ഷൈജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷൈജു, കായംകുളം ഏരിയ സമ്മേളനം നാളെ തുടങ്ങാനിരിക്കുകയാണ്. രൂക്ഷമായ ഭാഷയിലാണോ അദ്ദേഹത്തിന്റെ വിമർശനം? അമൃത, CPM-ന്റെ ആലപ്പുഴയിലെ വിഭാഗീയതയിൽ ഏറ്റവും കടുത്ത രീതിയിൽ വിഭാഗീയത നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കായംകുളം. കായംകുളത്താണ് ഏറ്റവും ഒടുവിലായി ഏരിയ സമ്മേളനം നടക്കുന്നത്. നാളെയാണ് സമ്മേളനം തുടങ്ങുന്നത്. ഇന്ന് ആ സമ്മേളനത്തിന് മുമ്പായി പതാക ഉയർത്തിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. CPM-ന്റെ കോട്ട എന്നറിയപ്പെടുന്ന പത്തിയൂർ പഞ്ചായത്തിൽ 12-ാം വാർഡിൽ ഇടതുമുന്നണിയുടെ പക്കലുണ്ടായിരുന്ന സീറ്റ് തിരിച്ചു പിടിച്ച് കോൺഗ്രസ് അട്ടിമറി ജയം നേടിയ ദിവസം കൂടിയാണ്. ഈ ദിവസമാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് തൊട്ടുടനെ തന്നെ ഫേസ്ബുക്കിലൂടെ സജിത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. സജിത്ത് പറയുന്നത് താൻ പോപ്പുലർ ഫ്രണ്ടിന്റെ വെട്ടേറ്റയാളാണ്. പക്ഷേ താൻ പോപ്പുലർ ഫ്രണ്ടിന്റെ പോലെയുള്ള വർഗീയ സംഘടനകളെ വെട്ടേറ്റ് കിടക്കുമ്പോൾ അതിൽപ്പെട്ട ആളുകളെ സംഘടനയ്ക്കകത്തേക്ക് എടുത്ത് തീവ്രവാദ കക്ഷികളുമായി ചങ്ങാത്തം ചേരുന്ന ഒരു സ്വഭാവം പാർട്ടിക്കുണ്ട്. അത് പാർട്ടി ഏരിയ സെക്രട്ടറിയുടെ സ്വഭാവം അതാണ്. മാത്രമല്ല, ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഷാപ്പ് ലേലത്തിൽ പിടിച്ച് ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കുന്ന രീതിയുണ്ട്. പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്ന 36-ാം വാർഡിൽ പതിറ്റാണ്ടുകളായി UDF ആണ് ജയിക്കുന്നത്. ഈ UDF ജയിക്കുന്നതിന് കാരണം പുറത്തു നിന്ന് LDF സ്ഥാനാർത്ഥികളെ എത്തിച്ച് UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന രീതിയും ഏരിയ സെക്രട്ടറിക്കുണ്ട്. അതുകൊണ്ട് ഈ ഏരിയ സെക്രട്ടറി അടക്കമുള്ള സംവിധാനം മാറണം എന്നൊരാവശ്യവും അദ്ദേഹം ഈ FB കുറിപ്പിലൂടെ പങ്കുവെക്കുന്നു. മാത്രമല്ല, ജില്ലാ സെക്രട്ടറി R നാസറിന് അദ്ദേഹം 3 പേജ് നീണ്ടു നിൽക്കുന്ന വിശദമായ കത്തും ഈ വിഷയത്തിൽ അയച്ചിട്ടുണ്ട്. അമൃത, അപ്പോൾ നേതൃത്വത്തിന് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അല്ലേ ഷൈജു? അമൃത, തീർച്ചയായും കായംകുളം ഏരിയ സെക്രട്ടറിയെ ഉന്നം വെച്ചുകൊണ്ടും ഏരിയ നേതൃത്വം തന്നെ മാറണം എന്ന ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് അവസാനിപ്പിക്കുന്നതും FB കുറിപ്പ് അവസാനിപ്പിക്കുന്നതും. കായംകുളത്ത് നിലനിൽക്കുന്ന വിഭാഗീയതയുടെ വലിയൊരാഴം സമ്മേളനത്തിന് മുമ്പ് തന്നെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ SFIയുടെ മുൻ സംസ്ഥാന നേതാവായ സജിത്ത് പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് സമ്മേളനത്തിലുടനീളം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ സമ്മേളന സമയത്ത് തന്നെ ഇത്തരം ഒരു വാദം ഉയർത്തിയത് കായംകുളത്ത് നിലനിൽക്കുന്ന വിഭാഗീയത കെട്ടടങ്ങിയിട്ടില്ല എന്ന് നൽകുന്ന ഏറ്റവും കൃത്യമായ സൂചനയാണ്. ഈ പറയുന്ന വിഭാഗീയതയും ഇന്നത്തെ തോൽവിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയല്ലേ ഷൈജു? തീർച്ചയായും അങ്ങനെ പറയേണ്ടി വരും. കാരണം ബിപിൻ സി ബാബു അടക്കമുള്ള നിരവധി നേതാക്കന്മാർ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. ബിപിൻ സി ബാബു BJP-യിൽ പോയി. BJP-ക്ക് കാര്യമായി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടതുമുന്നണിയുടെ കാലിടറി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ബിപിൻ സി ബാബുവിന്റെ അമ്മയടക്കമുള്ള ആളുകൾ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരാണ്. 15 വർഷക്കാലം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. ആ ഡിവിഷനെ പ്രതിനിധീകരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ CPM-ന്റെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പിറവിയെടുത്തതിനു ശേഷം, കേരളമുണ്ടായതിനു ശേഷം പത്തിയൂർ പഞ്ചായത്ത് ഭരിച്ചത് ഇടതുമുന്നണിയാണ്. ആ ഇടതു കോട്ടയിലാണ് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇന്ന് അട്ടിമറി ജയം UDF നേടിയത്. ആ ജയത്തിന് പിന്നാലെയാണ് കായംകുളം ഏരിയ നേതൃത്വത്തിനെതിരെ പരസ്യമായ പോര് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകർ രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കായംകുളത്ത് CPM നേതൃത്വത്തിനെതിരെ SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം രംഗത്ത്. ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് സജിത്തിന്റെ രൂക്ഷ വിമർശനം. നമുക്കറിയാം, സമ്മേളനകാലമാണ് CPM സ്വയം വിമർശനം ഉയർത്താറുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലവും സ്വയം വിമർശനമായി CPM ഉയർത്തും എന്ന് തന്നെ വിലയിരുത്താം.